ഹലോ ഗായ്സ്, പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് 3D സിറ്റിയിൽ പോവാണ്. അതുകൊണ്ട് ഞാൻ ഇന്നില്ലേ അവിടുത്തെ ആർമിക്കാരൻ്റെ അടുത്തില്ലേ ഒരു ഹെൽപ്പ് ചോദിക്കാൻ പോവാണ് ഞാൻ. അതുകൊണ്ട് ഞാൻ അവിടുത്തെ ആർമിക്ക് എന്താ വണ്ടിക്കാരെ എവിടെ നോക്കിയണോ ഓടിക്കണോ? മാപ്പ് നോക്കി പോവാം. എനിക്കില്ലേ ഈ എന്തുവായിരുന്നു ഈ റെയിൽവേ സ്റ്റേഷൻ എവിടെ നിന്ന് ഇറങ്ങിവിടുക? എനിക്ക് ഇല്ലേ ഈ എയർപോർട്ട് മാത്രം എവിടെയെന്ന് ഉള്ളത് അറിയാവൂ. റെയിൽവേ സ്റ്റേഷൻ നമുക്ക് തപ്പി നോക്കാം, ചിലപ്പം കിട്ടും എവിടെയെങ്കിലും. ഇനി അങ്ങോട്ടേക്ക് ആ പ്രേതമുള്ള പാലമാണോ? അയ്യോ, പേടിയാവുന്നു. അയ്യോ, ഇനി ആ പ്രേതമുള്ള പാലമാണെങ്കിൽ ഉറപ്പായിട്ട് പെടും ഗൈസ്, അല്ല പെട്ടുപോകും ഗൈസ്. അയ്യോ, ആ പ്രേതം. അയ്യോ, ഇനി അങ്ങോട്ട് ആ പ്രേതത്തിന്റെ പാലമാണ്. പോലെ ഹെൽമെറ്റ് ഇട്ടിരിക്കണുണ്ടേ, ഒന്നും പറ്റില്ല. നേരത്തെ ഞാൻ ഹെൽമെറ്റ് ഇട്ടില്ലെങ്കിലേ നേരെ ആ റോഡിൽ തല ഇടിച്ച് എൻ്റെ തല പൊട്ടിപ്പോയാലോ. എന്തുവായിരുന്നു ഞാൻ അവിടെ തല പൊട്ടി ഇപ്പം കിടന്നേനാ. ഹെൽമെറ്റ് ഇട്ടോണ്ട് നല്ലതായി. എങ്ങനെ ഉണ്ടായിരുന്നു? അയ്യോ, ഇത്രയും സ്പീഡിലൊക്കെ പോയാലേ സൂക്ഷിക്കണം കേട്ടോ. അതായിരുന്നു പറഞ്ഞ അതൊന്നും കാര്യമാക്കണം. നമ്മൾക്ക് ഇല്ല, എയർപോർട്ടിൽ പോയിട്ട് ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് 3Dയിൽ പോവാം. എയർപോർട്ടിൽ പോയിട്ട് പ്ലെയിൻ കയറി ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് 3Dയിൽ പോവാം. അതാണ് നല്ലത്. പോ അങ്ങ് പോ. എയർപോർട്ട് അങ്ങാണ് ഗൈസ്, പറയാൻ പറ്റുള്ള. അതിപ്പം നല്ലതായി. ഇടി തന്നെ എനിക്ക് വേണം, അതാണ് നല്ലത്. എനിക്ക് ഇടി തന്നെ വേണം എനിക്ക്. എനിക്കിടി തന്നെ വേണം. ഇടി തന്നെ എനിക്ക് വേണം. അങ്ങനെ തന്നെ ഇടി തന്നെ എനിക്ക് വേണം. അതെ, എയർപോർട്ട് എത്തി ഗൈസ്. എയർപോർട്ട് എത്തി. എത്ര ദൂരമായിരുന്നു എയർപോർട്ടൊക്കെ. എൻ്റെ വീടിൻ്റെ ദൂരം ഇല്ല, ഇനി കുറേ ദൂരമുണ്ട്. ഇനി നമുക്ക് നേരെ ആർമിക്കാരൻ്റെ വീട്ടിൽ പോവാം. ഇതാകെ ഒറ്റ പ്ലെയിനേ ഉള്ളല്ലോ. ഇനി എന്തിരിയേ. അപ്പോൾ ഗൈസ്, ഈ വീഡിയോ ഇതുവരെ ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്തോ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോ, അപ്പുറത്തെ ബെല്ലൈക്കൻ അടിക്കാത്തവർ ബെല്ലൈക്കൻ അടിച്ചോ. അപ്പം നമ്മൾക്ക് ഇനി പ്ലെയിൻ കയറി നേരെ ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് 3Dയിൽ പോവാം. എങ്ങനെയുണ്ട് ഗൈസ്? അടിപൊളി പ്ലെയിനല്ലേ? പെട്ടെന്ന് പോവും. ഇത് ഏത് ടൈപ്പ് പ്ലെയിനാണെന്നോ ഉണ്ടോ, പക്ഷെ പെട്ടെന്ന് പോവും. പോവാം. അങ്ങനെ ഞാൻ ഇവിടെ എത്തി. പക്ഷെ ഇവിടുത്തെ പ്ലെയിനിനെ കാണാനേ വേറെ മോഡലാണ് ഗൈസ്. അടിപൊളി പ്ലെയിൻ. ദേ ആ കാണുന്ന വെള്ള വീടാണ്. അയ്യോ, സമയം എത്ര മണിയായി? അയ്യോ, 12. അയ്യോ, എത്ര മണിയായോ? 20 മണിയായി. അയ്യോ, 12 മണിയായോ? അയ്യോ 12 മണി. ഇവിടുത്തെ പ്ലെയിൻ കാണാൻ കൊള്ളാം. ഇവിടെ ഒരു ഫ്രീ ആയിട്ട് വണ്ടി കിടക്കുന്നുണ്ട്. കാർ എടുത്തോണ്ട് നേരെ ആർമിക്കാരുടെ വീട്ടിൽ പോകാൻ. പ്ലെയിനിലാണ് ഞാൻ ആർമിക്കാരുടെ വണ്ടി എടുത്തോണ്ട് നേരെ ആർമി സ്റ്റേഷനിൽ. ഇത്രയും നാളെ ഞാൻ നേരെ 12 മണിക്കാണ് എല്ലാരും അങ്ങനെ ഭയങ്കര റിച്ചാണ്. ഈ പട്ടാളക്കാരനെ ഒരു വണ്ടി ഇടിക്കുന്ന സൗണ്ട് കേൾപ്പിച്ചിട്ട് ഇല്ലേ ഈ വണ്ടി പിന്നെ അങ്ങനെ പറ്റിച്ചിട്ട് അങ്ങേര് മിലിറ്ററി പോകുമ്പോഴേ നമുക്ക് ഈ വീട്ടിലെ സാധനങ്ങൾ അടിച്ചു മാറ്റിക്കൊണ്ടങ്ങ് പോവാം. അങ്ങനെയാണ് ഐഡിയ. ഈ വണ്ടി പെട്രോളാണ് കേട്ടോ. എന്റെ ഈ വണ്ടിക്കകത്ത് സിറ്റിയുടെ പേരാണ് ഇന്ത്യൻ കാർ ബൈക്ക് ഡ്രൈവിംഗ് 3D. ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ്. അയ്യോ, പാർക്ക് ചെയ്ത് അങ്ങനെ വന്നു കാണോ എന്തോ. അയ്യോ, ഇവിടെ വണ്ടി പാർക്ക് എന്തിനു ചെയ്തല്ല. ഇനി എന്തിരിയാൻ ഗൈസ്? അവിടെ തട്ടയും ചെയ്തു. ഇവിടെ വെച്ച് നിൽക്കാം.
അയ്യോ നമുക്ക് ഇവിടെ എവിടെയെങ്കിലും നിൽക്കാം പൊളിക്കുന്നു. വണ്ടിയുടെ സൗണ്ട് ഇറങ്ങി നോക്കാം. ഒരു വണ്ടി ഇടിക്കുന്നതിന്റെ സൗണ്ടാണ് ഞാൻ കേട്ടത് കേട്ടോ. ആരാടാ എന്റെ വീട്ടിനകത്ത് വണ്ടി കൊണ്ട് കയറിയാണ് കാണാല ഇവിടെ കിടക്കണം. അതും എന്റെ വീട്ടില് ആർക്കാണ് ധൈര്യമുള്ള എന്റെ വീട്ടിൽ വന്ന് താമസിക്കാൻ? എന്റെ കയ്യിലുള്ള RPG വെച്ച് നിന്റെ വണ്ടി കത്തിച്ച് ഏത് ആർമിക്കാരന്റെ തക്കളി ആരാണ് എന്റെ വീട്ടിനകത്ത് വണ്ടി? 12 മണിയായി. മിലിറ്ററി പോവായി. 20 മണിക്കാണ് എന്റെ ആർമിയിലെ ജോലി. 12 മണിയായി. മിലിറ്ററി പോയില്ലെങ്കിൽ ബോസിനെ അടിച്ചിറങ്ങി. ഇന്റർവ്യൂ ഉണ്ടെങ്കിൽ വണ്ടിക്കൊന്നും സ്പീഡും ഇല്ല. ഡിഫൻഡറാണ്, ഭയങ്കര വിലയുള്ള വണ്ടി. അയ്യോ അയ്യോ എന്ത് ചെയ്യാനാണ് ഗൈസ്? എന്റെ ദൈവമേ മിലിറ്ററി അടുത്താണല്ലേ. എന്ത് ഇത്രയും പേടിക്കാൻ? മിലിറ്ററി ഭയങ്കര അടുത്താണ്. 12 മണി കഴിഞ്ഞെങ്കിലും ബോസ് എന്നെ അടിച്ചിറക്കൂലല്ലേ. ഞാൻ ചുമ്മാ ഇറങ്ങാണ്. 20 ടൈം കഴിഞ്ഞപ്പോ 21. ഇനി നേരെ മിലിറ്ററി കയറാം. സാറെന്നെ ഉറപ്പായിട്ട് തന്നെ പോയാൽ മതി. അടിച്ചു വീശു എന്നെ. അയ്യോ അപ്പൊ നേരെ പോവാണ്. അയ്യോ എന്താ കണ്ടത്? ലംബോർഗിനി കത്തിച്ചാണ്. ആർമിക്കാരെന്നെ ഭാഗ്യത്തിൽ കണ്ടില്ല. കത്തിച്ച് ആ വണ്ടി അങ്ങോട്ട് കത്തിച്ചു തുടങ്ങി. നമ്മൾക്ക് ഇവിടുന്ന് ഒരു ബാഗ് കിട്ടിയല്ല. എല്ലാം ഞാൻ ബാഗിലാക്കിയിട്ടുണ്ട്. ക്യാഷും കിട്ടി, ഗോൾഡും കിട്ടി, ഡയമണ്ടും കിട്ടി, എല്ലാം കിട്ടി. അപ്പൊ നമുക്ക് ഇതൊക്കെ വിട്ടിട്ട് എല്ലാ ക്യാഷും വെച്ചിട്ടേ പോവാം. നമുക്ക് ബാക്കില് പോയി നോക്കാം. വണ്ടി ഉണ്ടെങ്കിൽ ബാക്കിൽ പോവാം. അവിടെ ഡ്യൂക്ക് വീണും ചിലപ്പം. എന്റെ ഡ്യൂക്കിന്റെ ഫേവറേറ്റ് പറയുക തന്നെ. ഇവിടെ ഡ്യൂക്കൊക്കെ വന്നിട്ടുണ്ട്. ദൈവത്തിന് സ്തുതി. നേരെ എയറോപ്ലെയിൻ കയറിയിട്ട് നമ്മൾക്ക് പോവാം. അയ്യാ വണ്ടി ഇടിച്ച് നേരെ സമയം തീരാറായി കേട്ടോ. സമയം തീർന്ന എന്റെ വാച്ച് കൂട്ടി പെട്ടെന്ന് പോ ഡ്യൂക്കേ, പെട്ടെന്ന് പോവ്. നേരെ ഇനി പ്രസിഡന്റിന്റെ പ്ലെയിനിൽ കയറി പോവാ. പെട്ടെന്ന് പോ, അതാണ് നല്ലത്. ഇപ്പൊ എന്തിനു ചെയ്യാനാണ്? പ്ലെയിനിൽ തന്നെ പ്രസിഡന്റിന്റെ പ്ലെയിനിൽ തന്നെ കയറി പോവാം. പ്രസിഡന്റിന്റെ അങ്ങനെ എന്തെങ്കിലും വീട്ടിൽ കയറിയത് നല്ലതായിരുന്നല്ലോ. അവിടത്തെ എല്ലാം അപ്പൊ ഞാൻ ഇപ്പൊ എത്തി. അപ്പൊ വീഡിയോ